ഹോശേയ 11 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കുന്തോറും അവർ വിട്ടകന്നുപോയി. ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ അവരെ എന്റെ ഭുജങ്ങളിൽ എടുത്തു. എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കിയെന്ന് അവർ അറിഞ്ഞില്ല. മനുഷ്യപാശങ്ങൾ കൊണ്ട് സ്നേഹബന്ധനങ്ങൾ കൊണ്ടും തന്നെ ഞാൻ അവരെ വലിച്ചു. അവരുടെ താടിയെല്ലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്കായിരുന്നു. ഞാൻ അവർക്ക് തീനിട്ടുകൊടുത്തു. അവൻ മിസ്രയീം ദേശത്തേക്ക് മടങ്ങിപ്പോകുകയില്ല. എന്നാൽ മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായകൊണ്ട് അശുരൻ അവന്റെ രാജാവാകും. അവരുടെ ആലോചന നിമിത്തം വാൾ അവന്റെ പട്ടണങ്ങളിൽ മേൽ വീണ് അവന്റെ ഓടാമ്പലുകളെ നശിപ്പിച്ചു ഒടുക്കിക്കളയും. എന്റെ ജനം എന്നെ വിട്ടു പിന്തിരിയുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അവരെ മേലോട്ട് വിളിച്ചാലും ആരും നിവർന്നു നിൽക്കയില്ല. എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലേ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ നിന്നെ എങ്ങനെ അദമയെ പോലെ ആക്കും? ഞാൻ നിന്നെ എങ്ങനെ സെബോയിമിനെ പോലെ ആക്കി തീർക്കും? എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു. എന്റെ അയ്യോഭാവമൊക്കെ ജ്വലിക്കുന്നു. എന്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല. ഞാൻ എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല. ഞാൻ മനുഷ്യനല്ല, ദൈവമത്രേ. നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ. ഞാൻ ക്രോധത്തോടെ വരികയുമില്ല. സിംഹം പോലെ ഗർജിക്കുന്ന ഏഹോടെ പിന്നാലെ അവർ നടക്കും. അവൻ ഗർജിക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് മക്കൾ വിറച്ചുകൊണ്ടുവരും. അവർ മിസ്രയീമിൽ നിന്നൊരു പക്ഷിയെ പോലെയും അശൂർ ദേശത്തു നിന്നൊരു പ്രാവിനെ പോലെയും വിറച്ചുകൊണ്ടുവരും. ഞാൻ അവരെ അവരുടെ വീടുകളിൽ പാർപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എഫ്രൈം കപടം കൊണ്ടും ഇസ്രായേൽ ഗൃഹം വഞ്ചന കൊണ്ടും എന്നെ ചുറ്റിക്കൊള്ളുന്നു. യഹൂദയും ദൈവത്തോട് വിശ്വസ്തനായ പരിശുദ്ധനോടും ഇന്നും അസ്ഥിരത കാണിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.